ഓരോ സോപ്പും ഓരോ പേസ്റ്റും നമ്മുടെ കയ്യിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഈ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ജനറേഷൻസിന്റെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഞാൻ ഇന്നൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ ആ ജോലി ഞാൻ ചെയ്യുന്നത് ആ മാസത്തെ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. യെസ് ഓർ നോ? ആ മാസത്തെ ശമ്പളം അടുത്ത മാസം കിട്ടുമെന്ന് അറിയില്ല, ഉറപ്പില്ല. അങ്ങനെ എത്രയോ ലക്ഷമുണ്ട്, ഗ്യാരണ്ടി ഒന്നുമില്ല. ബാംഗ്ലൂരിൽ ഒരു IT ഉണ്ട്, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ്, കേട്ടിട്ടുണ്ടോ? എന്നോ അടച്ചുപോയി. എത്രയോ ആളുകളെ അവിടുന്ന് പിരിച്ചുപോയി. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത്, ഫാക്ടറിയാണ്. അവിടെയാണ് നമ്മളെ പഴയ പണ്ടത്തെ ടെലിഫോൺസ് ഒക്കെ മാനുഫാക്ചർ ചെയ്തിരുന്നത്. അത് അടച്ചത് ഗവൺമെന്റ് ഇൻഡസ്ട്രിയാണ്. സോ ഇന്നത്തെ കാലത്ത് സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം ഇല്ലാത്ത കാലത്താണ് നമ്മൾ ജനറേഷൻസിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ആർസിഎമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ദിവസം ഗോതമ്പൊടി വാങ്ങുന്നു, ഒരു ദിവസം പേസ്റ്റ് വാങ്ങുന്നു, ഒരു എണ്ണ വെക്കുന്നു, കുറച്ച് ആൾക്കാരെ കൊണ്ടുവരുന്നു, ഒരു മീറ്റിംഗ് നടത്തുന്നു. വി ആർ വർക്കിംഗ് ഫോർ നോട്ട് ഫോർ ദിസ് മന്ത് ഇൻകം, വി ആർ വർക്കിംഗ് ഫോർ ജനറേഷൻസ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതിനു വേണ്ടിയിട്ട് നമ്മള് കുറച്ച് നമ്മളുടെ വിഷൻ, നമ്മളെ ഒരു മൂന്നാമത്തെ കണ്ണ് തുറക്കേണ്ടി വരും. ഇപ്പോഴുള്ള 2 കണ്ണ് പോരാ. മൂന്നാം കണ്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. PC ഛബ്രാജി അദ്ദേഹത്തിന്റെ 2 മക്കളെയും ഓൾറെഡി RCMലേക്ക് ഇറക്കി. മിസ്റ്റർ സൗരഭ് ഛബ്രാജിയും പ്രിയങ്ക അഗർവാളും നെക്സ്റ്റ് ജനറേഷൻ RCMനെ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി റെഡിയായി. കേരളത്തിൽ പലതവണ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നല്ലൊരു കൈയടിയാം. വന്നോ? അവരെ കണ്ടെത്ര പേരുണ്ട് ഇവിടെ? എല്ലാരും കണ്ടിട്ടുണ്ടോ? വെരി ഗുഡ്. എന്നിട്ടും മനസ്സിലായില്ലേ RCM? TCG ഹാൻഡ് ഓവർ ചെയ്തു. ഇന്ന് പല തീരുമാനങ്ങളും ഈ 2 മക്കളും കൂടിയാണ് ഇന്ന് RCMന്റെ എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 മക്കളും RCMന്റെ മെയിൻ കോർ ലീഡേഴ്സ്. കേരളത്തിൽ കോർ ലീഡർ ഉണ്ടോ? എവിടെയാണുള്ളത്? ഞാൻ വേണമെങ്കിൽ തൊട്ട് കാണിച്ചു തരാം. എവിടെയാണുള്ളത് കോർ ലീഡർ? നിങ്ങൾ അവിടുന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഞാൻ തൊട്ടിട്ടുണ്ട്. കേരളത്തിൽ ആകെ 2 കോർ ലീഡേഴ്സേ ഉള്ളൂ. അവരോട് കൂടെ ചേർന്ന് നിന്ന് ഡിസിഷൻസ് എടുക്കുന്ന 2 പേരുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾ സ്റ്റേജിൽ കാണുന്നു. സൗരഭ് ഛബ്രാജിയും പ്രിയങ്ക അഗർവാളും. വേറൊരു ഫോട്ടോ കാണിച്ചു തരാം. എവിടെ കണ്ടിട്ടുണ്ടാ? ഇടതു ഭാഗത്തുള്ള ആളെ എനിക്കറിയില്ല, വട്സാറിന്റെ മോനാണ്. മറ്റാൾ എനിക്ക് തീരെ അറിയില്ല, എന്റെ മോനാണ്. അവൻ മൾട്ടിനാഷണൽ കമ്പനിയിലെ ഡൽഹിയിലായിരുന്നു. ആദ്യം കൊച്ചിയിലായിരുന്നു, പിന്നീട് ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂർ ട്രാൻസ്ഫർ ആയി ഡൽഹി പോയി. നല്ല ഫൈനാൻഷ്യലി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി. 2 ലക്ഷത്തിന് മേലെ അവന് സാലറി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരാഴ്ച അവന്റെ കൂടെ പോയി നിന്നിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇവന്റെ പണി എങ്ങനെയെങ്കിലും ഒഴിവാക്കിക്കണം. ശമ്പളം കുറഞ്ഞുകൊണ്ടല്ല, ഹലോ, ശമ്പളം കുറഞ്ഞതുകൊണ്ടല്ല, അവൻ അനുഭവിക്കുന്ന ടെൻഷൻ, ടാർഗറ്റ്സ്, ഭക്ഷണം സമയത്തില്ല, എന്തൊക്കെയോ കഴിക്കുന്നു, കാശ് മാത്രം പോരാ. അന്ന് അവന് 2-2.5 ലക്ഷത്തോളം മാസ വരുമാനം ഉണ്ടായിരുന്നു. ഇന്ന് കഴിഞ്ഞ ഒരു 10-11 മാസത്തോളായിട്ടുള്ളൂ സീരിയസ് ആയിട്ട് RCMലേക്ക് ഇറങ്ങിയിട്ട്. ഇന്ന് അവൻ പ്ലാറ്റിനം എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. മേ ബി ഒരു 20, എനിക്ക് എത്രയാന്ന് ഞാൻ നോക്കാറില്ല, കാരണം എന്റെ ഇൻകം തന്നെ എനിക്ക് തീർക്കാൻ പറ്റില്ല. അവിടെ ഞാൻ നോക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10-30,000 ശമ്പളം ഉണ്ടാവും തോന്നുന്നു, അല്ല വരുമാനം ഉണ്ടാവും തോന്നുന്നു. പക്ഷെ അവന് അന്ന് 2.5 ലക്ഷം വാങ്ങുന്നതിനേക്കാളും ഹാപ്പിയാണ് ഈ 30,000. ഹാപ്പി. നമുക്ക് സന്തോഷം വേണ്ട, കാശാണോ സന്തോഷമാണോ വേണ്ടേ? ഈ കാശ് എന്തിനാ? സന്തോഷിക്കാൻ വേണ്ടിയിട്ടാ. ഓൾറെഡി സന്തോഷിന്റെ പിന്നെ കാശിന്റെ ആവശ്യമില്ല. അപ്പൊ അതാണ് RCM എന്ന് കിട്ടുന്നത്. ഡോക്ടർ വട്സാറിന്റെ മകൻ, അദ്ദേഹവും ഇതേപോലെ തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനി MBA ഒക്കെ കഴിഞ്ഞിട്ട് പോയി വർക്ക് ചെയ്തു. അവിടുന്ന് സംഗതി നടക്കൂല എന്ന് മനസ്സിലായപ്പോ തിരിച്ച് RCMലേക്ക് പോകും. ഇങ്ങനെ തന്നെ നമ്മൾ മക്കളോടൊക്കെ ചെയ്യണം. അവര് നമ്മളോട് ചെയ്ത എല്ലാ ഇതിനും പകരം വിടണം. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്യാം. ഇനി നമ്മളെ കോഴിക്കോടുള്ള ചില വീരന്മാരെ ഞാൻ കാണിച്ചു തരാം. ഇതാ ജിതിൻ സിംഗ്, RCM സ്റ്റാർപിൻ അച്ചീവർ ആണ്. കോഴിക്കോട് അതേപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻസ് ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു.
അതിന്റെ ഒരു പേരാണ് അടുത്തയാള്. ഇതാരാ? സിനിമ സ്റ്റാർ വിപിൻ മേനോൻ. ആസിമിന്റെ പേൾ പിൻ ലെവലിലേക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവുകൊണ്ട് വളർന്നെത്തിയിരിക്കുകയാണ്. ഒരാളെയും കൂടി കാണിച്ചു തരാം. ജിജോ. കയ്യടിയൊന്നും ഇത് പോരാ. ഹലോ, ഇത് എന്താ? ഇതെല്ലാം വളർന്നു വരുന്ന സ്റ്റാർസ് ആണ്. ജിതിൻ, വിപിൻ ആൻഡ് ജിജു. ഇതേപോലെ നമ്മളുടെ എല്ലാവരുടെയും മക്കളുടെ ഫോട്ടോ അടുത്ത കാലങ്ങളിൽ സ്റ്റേജിന് മേലെ വരണം. ഇതാണ് ആക്ച്വൽ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അവരെ മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ വീട്ടിലിരുന്ന കാര്യം നടക്കൂല. നടക്കുമോ? ഇല്ല. അവരെവിടെ കൊണ്ടുവരണം? എവിടെ കൊണ്ടുവരണം? അവരെ ഇതേപോലത്തെ മീറ്റിങ്ങുകളിൽ കൊണ്ടുവരണം. അവരെ പിക്കപ്പ് സെന്ററുകളിൽ കൊണ്ടുവരണം. ആസിമിന്റെ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് അവര് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആസിം എന്ന് പറഞ്ഞാൽ വെറുതെ സോപ്പും ഉപ്പും വിൽക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. ഇതിൽ ലീഡർഷിപ്പ് ആവശ്യമാണ്. ആളുകളെ നയിക്കേണ്ട പ്രോഗ്രാമാണ്. അതുകൊണ്ട് അവര് വീട്ടിലിരുന്ന നാളെ നിങ്ങൾ ആസിമിൽ നിന്നും വിരമിക്കുന്ന സമയത്ത് എന്നാ പിന്നെ നീ ടേക്ക് ഓവർ ചെയ്തോ. അങ്ങനെ ഉണ്ടല്ലോ ചില ജോലി. അച്ഛനും അമ്മയും വിരമിക്കുന്ന സമയത്ത് മക്കൾക്ക് ജോലി കൊടുക്കും. അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് അല്ല ഇത്. കാരണം നമ്മൾ ഈ ബിസിനസ് എങ്ങോട്ടാണോ വളർത്തിക്കൊണ്ട് പോകുന്നത്, മക്കൾ അവിടുന്ന് വേണം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഹലോ, നമ്മൾ എവിടം വരെയാണോ ഇതിനെ എത്തിക്കുന്നത്, മക്കൾ എവിടുന്ന് വേണം അത് കൊണ്ടുപോകാൻ. നമ്മൾ എവിടെ കൊണ്ട് നിർത്തുന്നു അവിടെ